ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്യാരറ്റ് കൊണ്ട് രണ്ട് വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, വളരെ ഈസിയുമാണ് തയ്യാറാക്കാൻ. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിന് സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കത് ചെറിയ പീസുകളാക്കി എടുക്കാം. നമ്മൾ ഒരു ഈവനിങ് സ്നാക്സും ഒരു പൊറോട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് കൂടിയാണ്. അപ്പോൾ നമ്മളിത് ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുക്കറിൽ വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ ഓവണിൽ വെച്ചും വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്പൂണിൽ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങ് കോരി മാറ്റാം. ഞാനൊരു ബൗളിലേക്ക് ഇതിങ്ങ് കോരി മാറ്റുന്നുണ്ട്. വെള്ളമൊന്നുമില്ലാതെ കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഉടച്ചെടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം, തരികളൊന്നും ഇല്ലാതെ. ഇപ്പം തണുക്കാൻ വേണ്ടി നമുക്കിതൊന്ന് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു സ്പ്രിംഗ് ഒനിയൻ ഒന്ന് അരിഞ്ഞെടുക്കാം. 2-3 സ്പ്രിംഗ് ഒനിയൻ മതി, അതായത് ഉള്ളി ഇല. നമുക്കിതൊന്ന് അരിഞ്ഞ് പൊടിയാക്കി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യാരറ്റ് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് അരച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തത്. കോൺഫ്ലോറിന് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പൊട്ടറ്റോ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം. ഇതും ഇല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ 1/2 കപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ. ഇനി ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ 1/2 കപ്പ് പൊടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിപ്പോൾ ഇത് റൊട്ടി മാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ. ഇതിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശകലം ഓയിലൊന്ന് പുരട്ടിയിട്ടുണ്ട്. കയ്യിലും ഓയിൽ പുരട്ടിയിട്ട് ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഒരു ചെറിയ ബോൾസ് ആക്കി നമുക്ക് മാറ്റിയെടുക്കണം. എന്നിട്ട് ഇതേ രീതിയിൽ കയ്യിൽ വെച്ച് ഒന്ന് നമ്മുടെ കുഞ്ഞു വിരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സെൻറ്ററിൽ. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒരു ഡിസൈൻ കിട്ടും. ഞാനിങ്ങനെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി ഇത്ര എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് നമുക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് ഇത് കാണിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പൊറോട്ട ഉണ്ടാക്കാം. ബാക്കിയുള്ള മാവ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെള്ളം ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്ത് കുഴച്ചതായതുകൊണ്ടാണ്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയാണ് സമയം. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഞാനിതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കത് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ അങ്ങ് മാറ്റിയെടുക്കാം. ഞാനിതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കണം. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പീനട്ട് ബട്ടർ, 1/2 ടീസ്പൂൺ വിനീഗർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ കളർ വേണമെന്നുള്ളതൊക്കെ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മളിത് വേവിച്ച വെള്ളമാണ്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് വേവിച്ച വെള്ളം നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, കളയേണ്ട ആവശ്യമില്ല. ഇനി കുക്കിംഗ് ഓയിൽ ചൂടാക്കിയിട്ട് ഒരു 2 ടീസ്പൂൺ ചൂടോടെയുള്ള ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു സോസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആ സോസും കൂടി ഇട്ട് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും. ഈ സോസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പീനട്ട് ബട്ടറും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് കൂടെ കിട്ടും. അപ്പം വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈവനിങ് സ്നാക്സാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ഡിഷ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഡിഷ് കൂടിയാണ്. ഇനി നമ്മൾ പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. ബാക്കിയുള്ള മാവ് ഞാൻ ഒരേ വലിപ്പത്തിൽ നമുക്ക് ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന
എടുക്കുന്ന രീതിയിലൊന്ന് ബോൾസാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് ഉരുട്ടി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ച് പൊടി തൂക്കിയിട്ട് നമ്മളിത് പരത്തിയെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. മൈദയോ കോൺഫ്ലോറോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒരു സൈഡ് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലും പൊടി തൂവി അടുത്ത സൈഡ് കൂടി ഒന്ന് മടക്കി കൊടുക്കാം. അതിന് മുകളിലും ഇതേ രീതിയിൽ ഓയിൽ പുരട്ടി കൊടുക്കുകയാണ്. ഒന്ന് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയുള്ള ബാക്കിയുള്ള രണ്ട് സൈഡും നമുക്കതൊന്ന് ഒന്നുകൂടി ഒന്ന് മടക്കി അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു സ്ക്വയറാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ച് പൊടി തൂക്കിയിട്ട് നമ്മളൊരു സ്ക്വയറായിട്ടാണ് നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പൊറോട്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ വലിയൊരു സ്ക്വയറാക്കി നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഷേപ്പ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സൈഡൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ സ്ക്വയറായിട്ടുള്ള പൊറോട്ട നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ തവ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ബൗൾസ് ഇങ്ങനെ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം അങ്ങ് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിങ്ങനെ ബൗൾസൊക്കെ വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുള്ള ഡോട്ട്സ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള പൊറോട്ടയും നല്ല ലെയറായിട്ടുള്ള പൊറോട്ടയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാം. ഒന്ന് തയ്യാറാക്കി നോക്കൂ. മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ 2 വെറൈറ്റി ഡിഷുകളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ഈ പൊറോട്ട നമ്മുടെ നോൺ വെജ് കറിയുടെ കൂടെയും വെജ് കറിയുടെ കൂടെ പനീറിൻ്റെ കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പൊറോട്ടയാണ്. നല്ല ലെയറായിട്ടൊക്കെയുള്ള കളർഫുള്ളൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്